മളിയൂർ കുടുംബത്തിലെ ഡ്രമർക്കാരനായിട്ടുള്ള ശ്രീശങ്കരനാണ് ഇന്ന് എനിക്ക് ഫോൺ ചെയ്തത്. വലിയൊരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അച്ഛന്റെ പേര് കൂടിയാണ്. എത്രത്തോളം അഭിമാനം തോന്നാറുണ്ട്? അതല്ല അഭിമാനമുണ്ട്. ഒരു ഭാഗ്യമാണ്. എന്റെ മുത്തശ്ശന്റെ ഗണപതിയുടെ എല്ലാം അനുഗ്രഹം. മെറ്റല് വായിക്കുമ്പോഴും ഈ ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ കൂടെ വായിക്കുമ്പോഴും ആ ഇടുന്നൊരു എഫേർട്ടിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? മെറ്റൽ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഹെവി ആയിട്ട് കുറെ സാധനങ്ങൾ, കർണാട്ടിക് കുറച്ച് സ്മൂത്ത് ആയിട്ട് അല്ലേ? ശങ്കറിന് ഏറ്റവും കൂടുതൽ ഡ്രംസിൽ വായിക്കാൻ ഇഷ്ടമുള്ള ഒരു താളം അത് ഏതായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ധനശ്രീതിലാണ് എന്നെ വായിക്കാൻ. കർണാട്ടിക് മ്യൂസിക്കും ഡ്രംസും തമ്മിൽ ഒരു സമന്വയം ഉണ്ടാവുമ്പോൾ തന്നെ അത് നമ്മൾ വേറൊരു രീതിയിലുള്ള ഒരു ആത്മീയതയിലേക്ക് എത്തിക്കുന്നു. സംഗീതം ഏത് രീതിയിലും ഏത് ഉപകരണത്താലും ആധ്യാത്മികത്തിലേക്ക് ഈശ്വരനിലേക്ക് എത്തിക്കാൻ സാധിക്കും. എത്ര വലിയ പാശ്ചാത്യ ഉപകരണമാണെങ്കിലും അത് ആധ്യാത്മികതയിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഉറപ്പാണ്. അതാണ് ഇപ്പോൾ ഇവന് സാധിച്ചത്. ഭാവിയിൽ ആരാവണം എന്നൊക്കെയാണ്? ഭാവിയിൽ ഡ്രമ്മർ തന്നെ ആവണമെന്നാണ് എന്റെ. അപ്പൊ ഒപ്പം ഈ പാരായണമൊക്കെ കൊണ്ടുപോകും. ഈ അമ്പലം നോക്കിയാണ് മള്ളിയൂരിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പോകും എന്നുള്ളതാണ് അല്ലേ? 5 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞങ്ങൾ ഡ്രംസ് പഠിക്കണം. ഡ്രംസ് പഠിച്ചാലും വെസ്റ്റേൺ മ്യൂസിക്കിനോട് അല്ലാതെ ഒരു കർണാട്ടിക് മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 4 വർഷത്തിന് ശേഷം ഇവിടെ അരങ്ങേറ്റമായിട്ട് നമ്മൾ നടത്തുകയായിരുന്നു ചെയ്തത്. ഇനിയും ആ സംഗീതം കൊണ്ടുപോകണം, അതുപോലെ ആത്മീയതയും കളയാതെ കൊണ്ടുപോകണം എന്നൊരാഗ്രഹം അടുത്ത തലമുറ ഇവൻ അത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇത്രയും തന്നെ സ്റ്റേജിൽ ഇങ്ങനെ നിങ്ങൾ ഇരുത്തുന്നത്? നല്ല അലമ്പുണ്ട്, കുഴപ്പമില്ല. എന്തായാലും സ്റ്റേജ് പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനാണ് ഈ ഒരു പ്രായത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഗോഡ് ഗിഫ്റ്റഡ് ആണ്. അത് ഈ ഒരു അമ്പലത്തിന്റെ ഗുരുദാസന്മാരുടെ എല്ലാവരുടെയും ഒരു ഗിഫ്റ്റാണ് ശ്രീശങ്കരന് കിട്ടിയിരിക്കുന്നത്.